സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വൺ ഓഫ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡാർക്കൻസ്ബർഗ് മൗണ്ടൻസ് എന്ന് പറയും. ഡ്രാഗൺ പീക്ക് അല്ലെങ്കിൽ കത്തീഡ്രൽ പീക്ക് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ബ്യൂട്ടി. സ്വിറ്റ്സർലാൻഡ്, ഇവൻ ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് തന്നെയുണ്ട് അവിടെ. സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്വിറ്റ്സർലൻഡിന് സമാനമായിട്ടുള്ള സ്ഥലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. മൗണ്ടൻ റേഞ്ച് ഒക്കെയുള്ള ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഫീലിംഗ് കിട്ടി തുടങ്ങി. സൂപ്പർ കേട്ടോ, വളരെ ക്വയറ്റ് ആയിട്ടുള്ള റോഡ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പം സുലു നട്ടാൾ എന്ന് പറയുന്ന ഡർബനൊക്കെ ഉൾപ്പെടുന്ന ആ പ്രൊവിൻസിലേക്ക് കയറാൻ പോവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്വിറ്റ്സർലാൻഡിന് സമാനമായ സ്ഥലങ്ങളൊക്കെ വരുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് സെൻട്രൽ ഡാർക്കൻസ്ബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലാരൻസ് എന്നൊക്കെ പറയുന്ന റീജിയൻ ഉണ്ട്. അതൊക്കെ മാക്സിമം കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഈ റീജിയനിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇത് ഈ ബിഗ് സിറ്റീസിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ അധികം ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അങ്ങനെ അധികം ആൾക്കാർ പോകാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന പുൽത്തകിടികൾ, അതിൻ്റെ നടുക്കോടെ റോഡ്. നിങ്ങൾക്കറിയാം, ലെസോത്തോ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയ്ക്കുള്ളിൽ ലാൻഡ് ലോക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺട്രി. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എങ്ങനെയാണ് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കിങ്ഡം, അതൊരു ബേസിക്കലി ഒരു കിങ്ഡമാണ്. ഈ ലാൻഡ് ലോക്ക്ഡ് ആയിട്ട് ഈ കൺട്രി എങ്ങനെ വന്നു പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതൊരു ഹൈ ആയിട്ട് സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ പീഠഭൂമിക്കകത്ത് പൊങ്ങി നിൽക്കുന്ന ഒരു ലാൻഡ് ലോക്ക് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെ താഴ്വര, അതിന് ഈ മൗണ്ടൻ, അതായത് ഒരു വലിയൊരു ഹാളിൻ്റെ അകത്ത് ഒരു ടേബിൾ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് അത് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ലെസോത്തോ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അത് ഞങ്ങൾ ഈ ട്രിപ്പിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 3 രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് പ്ലാന്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക വരണമാണ്. ഇതിന് രണ്ടാമത്തെ രാജ്യമായിട്ട് ലെസോത്തോ ആണ് വരുന്നത്. ലെസോത്തോ വരുന്നത് ഈ സൗത്ത് ആഫ്രിക്കയ്ക്കുള്ളിൽ തന്നെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. അതൊരു മൗണ്ടൻ റേഞ്ച് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നോക്കി, ഇതെല്ലാം ഫ്ലാറ്റ് എടുക്കാം. ആ മൗണ്ടൻ മാത്രം നോക്കിയോ, ആ മൗണ്ടൻ ആ മോൾ ഭാഗം മാത്രം നോക്കിയോ, അതിൻ്റെ ടോപ്പ് ഫ്ലാറ്റ് ആയിട്ട് ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം മൊത്തം ലെസോത്തോ, അത്രയും വലിയൊരു പ്രദേശം ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുവാണ്. എല്ലാം ഏകദേശം ഒരു 1000 മീറ്റർ അടിയോളം, 1000-ഓളം ഫീറ്റ് എബോവ് സീ ലെവലിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കിങ്ഡം ഉണ്ടാവുന്നു. അതുകൊണ്ട് അവർക്കൊരു പഴയ രാജാവും ഒരു രാജവംശവും. ലെസോത്തോ എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു കാസ്റ്റ്, അല്ലെങ്കിൽ ഇവിടെ നമുക്കറിയാമല്ലോ പല ഗോത്രവർഗ്ഗങ്ങളാണ്. ആ ഗോത്രം അവരുടേതായ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നു. പക്ഷെ ആ രാജ്യത്തിന്റെ പ്രത്യേകത ഏറ്റവും സൗത്ത് ആഫ്രിക്കയിൽ പൊങ്ങി നിൽക്കുന്ന ഒരു പ്രദേശം, അതിന്റെ താഴ്വരയാണ്. ഇതിപ്പോ ആ മലയുടെ താഴ്വര ഭാഗമാണ് ഞങ്ങൾ ഇനി അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നെ ഒരു പ്രദേശമാണ്. അങ്ങോട്ട് എത്തും. അപ്പൊ അങ്ങോട്ട് എത്തുന്നതിന്റെ ഒരു പ്രകൃതി ഇപ്പോൾ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റി. ഇപ്പൊ ലെസോത്തോ എന്ന് പറയുന്ന രാജ്യത്തിൽ ഇങ്ങനെ ആകാശത്ത് സ്കൈ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെ തോന്നി. ഇപ്പൊ തന്നെ നോക്കിയില്ലേ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്ത സ്ഥലം നോക്കി, ആ സ്കൈ ക്ലൗഡ് എല്ലാം മുട്ടി നിൽക്കുന്ന പോലെ തോന്നുന്നു. അതാണ് ലെസോത്തോ. ഇത് കിങ്ഡം ഇൻ ദ സ്കൈ എന്നാണ് പറയുന്നത് ആ ലെസോത്തോ എന്ന് പറഞ്ഞ രാജ്യം. അതിലേക്ക് നമ്മൾ നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് എത്തും. പക്ഷെ അതിന്റെ താഴ്വരയാണ് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആ താഴ്വര എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ലെസോത്തോ, ആ ആകാശമായിട്ട് മുട്ടിക്കുന്നത്. ഡാർലി ആദ്യമായിട്ടല്ലേ ലെസോത്തോയിലേക്ക് പോകുന്നത് അല്ലേ? അതെ അല്ലേ, ഡാർലിനെ നമുക്ക് കിങ്ഡം ഇൻ ദ ലെസോത്തോ. അപ്പം ഞങ്ങളുടെ ഈ ട്രിപ്പിലെ രണ്ടാമത്തെ രാജ്യമായിട്ട് വരുന്നത് ലെസോത്തോ ആണ്. ആ സ്കൈയും ആ ഒരു മൂഡ് നമുക്കിപ്പോൾ തന്നെ കിട്ടാൻ തുടങ്ങി. അപ്പം അതിന്റെ താഴ്വരയിൽ നമ്മൾ 2 ദിവസം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെസോത്തോ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ രാജ്യത്തേക്കൊക്കെ പോകും. അപ്പൊ അതിന് മുമ്പ് നമ്മളെ അവിടെ ഇതിപ്പോ ഇത് അതിന്റെ ഭാഗമല്ല കേട്ടോ. ഇതിപ്പോ അതിന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു മൗണ്ടൻ റേഞ്ച് കാണിച്ചതാണ്. ഇതിന് വലിയ മൗണ്ടനാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. എന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നോക്കി അവർ ആ വാർണിംഗ് വളരെ മുന്നോട്ട് പോയി കേട്ടോ. ടെക്നോളജിയൊക്കെ ഇപ്പൊ LED ലൈറ്റിലാണ് അവിടെ ഡിസ്പ്ലേ കാണിക്കുന്നത്. അതായത് റോഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. പിന്നെ നന്നായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഡോൺ ഓവർടേക്ക് എല്ലാം, നല്ല ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ ആൾക്കാരെ വെച്ച് ഇത്ര മിനിറ്റ് ആണ് വെയിറ്റിംഗ് ടൈം എല്ലാം കാണിച്ച് എൻ്റെ ഇടയ്ക്ക് റോഡ് വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും റോഡ് വളരെ ക്വയറ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഫാം ലാൻഡൊക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല, ഞാൻ വിചാരിച്ചു പിന്നെ വെസ്റ്റേൺ കേപ്പും ആണ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ. പക്ഷെ വെസ്റ്റേൺ കേപ്പ് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഫാം ലാൻഡുകളും ഓപ്പൺ ആയിട്ടുള്ള കെനിയനെ ഓർപ്പിക്കുന്ന പോലത്തെ ഉള്ള ലാൻഡൊക്കെ ആയിട്ടാണ് കൂടുതലും സുലു നട്ടാൾ എന്ന് പറയുന്ന ഈസ്റ്റേൺ കേപ്പിന്റെ ഭാഗങ്ങൾ വരുന്നത്. ഈസ്റ്റേൺ കേപ്പ് ഇപ്പോൾ ഞങ്ങൾ സ്റ്റിൽ ഈസ്റ്റേൺ കേപ്പാണ്. ഇത് തന്നെ ആയിരിക്കും സുലു നട്ടാളിന്റെയും ഏകദേശം ഒരു ഭൂപ്രകൃതി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡാർലി അടിപൊളി ആയിരിക്കുമല്ലേ ഇതുപോലെ ഒരു സ്ഥലത്തേക്ക്. നമ്മുടെ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ നേരെ മുകളിൽ ഇങ്ങനത്തെ ഒരു മൗണ്ടൻ ടോപ്പിൽ സ്കൈയിലേക്കൊക്കെ ടച്ച് ചെയ്ത് പോകുന്ന സ്ഥലം. ഞാൻ ശരിക്കും ലെസോത്തോ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. ലെസോത്തോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്കൈ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. നല്ല ആലിപ്പഴം പോലത്തെ
ഇതുപോലത്തെ ആലിപ്പഴം പറക്കാവുന്ന കൂട്ട് നല്ല മൗണ്ടൻ, സ്കൈയും മൗണ്ടനും ഒന്നിച്ച് കിടക്കും. പിന്നെ നല്ല ഗ്രീൻ ആയിട്ട് കിടക്കുന്നു. അപ്പം ഇതുപോലത്തെ ഒരു മൗണ്ടൻ റേഞ്ച് പരിപാടിയൊക്കെ. അപ്പം അതിന്റെ ചുറ്റുമുള്ള ഈ പറഞ്ഞ ഡ്രൈവാണ് വരുന്നത്. പിള്ളേർ ഉറക്കമായി പോയല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാണിക്കായിരുന്നല്ലോ അവര് നാളെ ആ സ്ഥലത്താണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. രണ്ടുപേരും ഇറങ്ങിപ്പോയി, മടുത്തു അല്ലേ? അതെ അതെ, ആർക്കൊരു സത്യം പറഞ്ഞാൽ അവരെ ഓരോ ദിവസവും ശരിക്കും എക്സൈറ്റഡ് ആണ് ആനിമൽസിനെ കാണാൻ. ഇന്നിപ്പോൾ ഒത്തിരി അവർക്ക് ആദ്യമായിട്ട് ആനിമൽ സ്പോട്ടിംഗ് ഒക്കെ വന്നതോടെ അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ട്രിപ്പിലേക്ക് അവർ നന്നായിട്ട് ജോയിൻ ചെയ്തു തുടങ്ങി. മടുത്തു അങ്ങനെ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല. ഇനി എത്ര ദിവസം കൂടെ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങി അവര്. ഞാൻ പറഞ്ഞു നിങ്ങൾ മടുക്കുന്നവരെ നമുക്ക് നീട്ടി നിൽക്കാം, നമുക്ക് വണ്ടിയുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്, കയ്യിലെ കാശ് തീരുമ്പോൾ നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ചെയ്യാൻ ഓരോ ദിവസം ഓരോരുത്തരത്തുനിന്ന് ഓരോ ആനിമലിനെ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അതെ, അവനിപ്പോ കണ്ടപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് സ്റ്റേ ചെയ്തെടുത്ത ഡോഗിനെ കണ്ടില്ലേ, അവരതിന് പേര് വിട്ടു ബ്ലാക്ക് സ്മിത്ത് എന്ന്. അന്നേരം തൊട്ട് പറയുന്നുണ്ട് അവിടുന്ന്. അത് പിന്നെ ഷീപ്പിനെ കണ്ടപ്പോ അതിനെ എല്ലാരെയും വണ്ടിയിൽ എടുത്തിട്ടേക്കാന്ന് പറയുന്നുണ്ടായിരുന്നു. അതെ, ഇന്ന് അവൻ പറഞ്ഞു ഒരു സ്പ്രിംഗ് ബോക്ക് അവൻ ചോദിച്ചല്ലേ, സ്പ്രിംഗ് ബോക്ക് വണ്ടിയിൽ എടുത്തിട്ടേലാം. റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട്. 1 ലൈൻ ആണ് ഓപ്പൺ. അപ്പൊ നമുക്ക് അധികം സർക്കസ് കളിക്കാൻ പറ്റില്ല. പക്ഷെ രസം കേട്ടോ. നമുക്ക് മടുക്കാത്തതിന്റെ ഒരു കാരണം ഇതാണ്. നമ്മൾ ഇതോട്ടോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കും കാണുന്ന വിഷ്വൽസ് ആണ് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. എന്താ നല്ല ക്ലിയർ ആയിട്ട് കൈയും ക്ലൗഡ്സും എല്ലാം കൂടെ. ആദ്യം അവർ 100 കിലോമീറ്റർ സ്പീഡിലേക്ക് കുറയ്ക്കാൻ പറയും, പിന്നെ 80, പിന്നെ 60, പിന്നെ 40. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ബോർഡ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്രോക്സിമേറ്റ്ലി എത്ര സമയം ഉണ്ടാവും, പിന്നെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ തുറന്നു വിട്ട് കഴിയുമ്പോഴേക്കും അവിടെ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട് ആ റോഡ് വർക്ക് നടക്കുന്നിടത്ത്. അത് കഴിഞ്ഞ് നമ്മളെ വിടുന്ന സമയത്ത് അവർ താങ്ക് യു ഫോർ ദ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. നമ്മള് എത്രയും ഓരോ 200 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്ററിന് ഒരു ടൗൺ എന്ന രീതി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഒരു പഴയ ടൗണാന്നുള്ളത്. കാണുമ്പോൾ തന്നെ ആ ബോർഡ് എഴുതിയേക്കുന്ന ലെറ്റർ. നമുക്ക് അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ആ പള്ളി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നാലോ. നോക്കിയുന്നുണ്ട് പഴയ സ്റ്റൈലോ. അത് എന്ത് രസമല്ലേ, ബ്യൂട്ടിഫുൾ. അന്നത്തെ കാലത്താന്ന് ഓർക്കണേ ആ റോഡൊക്കെ എത്ര വീതിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട്. പഴയ സ്ട്രീറ്റിന്റെ ഒക്കെ ആ കമ്പി ഇരുമ്പൊക്കെ ഉണ്ട്. അത് പഴയ തുരുമ്പ് പിടിച്ചതാണെങ്കിൽ പോലും അതിനൊരു രസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആ പള്ളി കാണുന്നുണ്ട്. ഇതാ പള്ളി കേട്ടോ. ഇപ്പൊ ശരിക്കും ആ പഴമ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാ ടൗണുകളിലും സെൻട്രലായിട്ടാണ് ആ പള്ളി പണിതേക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ റോഡ് സ്ട്രീറ്റ് ഇങ്ങനെ അതിനെ വട്ടം ചുറ്റുന്ന പോലെ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷെ പഴയ ആ ടൗണിന്റെ സെന്ററിൽ തന്നെ എന്താ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ലോക്കൽസ് ഒക്കെ ഇതിൽ നടക്കുന്നുണ്ട്, പഴയ കെട്ടിടങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ പള്ളിയുടെ ഒരു റൗണ്ട് അടിക്കുവാണ്. ഇതൊക്കെ പഴയ ആ പഴമ നിർത്തുന്നുണ്ട്. കെട്ടിടങ്ങളൊക്കെ നോക്കിയാൽ പഴയ ഒരു സ്റ്റൈലാണ്. പണ്ടത്തെ ആ മെറ്റൽ ഇതൊക്കെ ആൾക്കാർ ലോക്കൽസ് ഇതിൽ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ക്യൂൻസ് ടൗൺ എന്ന് പറയുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് പഴയ ബോർഡാണ് ഇപ്പോഴും ഇരിക്കുന്നത്, ക്യൂൻസ് ടൗൺ. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ടർക്കാസ്റ്റാഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വില്ലേജ് കഴിഞ്ഞു. അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ പറയുന്നത് ക്യൂൻസ് ടൗൺ ആണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കാണിച്ചാൽ ഇവിടുത്തെ പെട്രോൾ പമ്പ് നോക്കി കാണി. എന്താ രസമല്ല, പഴയ കാൾടെക്സിന്റെ പഴയ പമ്പാ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഒരു പ്രതാപം നഷ്ടപ്പെട്ട ഒരു പഴയ ടൗൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. പക്ഷെ പഴയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ പുതിയതായിട്ടൊന്നും കാണാനില്ല. പിന്നെ ആൾക്കാർ അവിടെ നടക്കുന്ന ആൾക്കാരെ നമുക്ക് കൂടുതൽ കാണുമ്പോൾ നിങ്ങൾ ലോകത്ത് എവിടെ നോക്കിയാലും ട്രോവനോവയുടെ അമേരിക്കയിലെ ഒരു ഷോ ഉണ്ട്. ആ ഷോയ്ക്കകത്ത് അവന് പറയുന്ന ഒരു സംഭവമുണ്ട്. ലോകത്ത് എവിടെ നമ്മൾ നോക്കിയാലും വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്കേ ഉള്ളൂ. പക്ഷെ സൗത്ത് ആഫ്രിക്കയിൽ മാത്രം കളേർഡ്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻസ് കിട്ടും. ആദ്യം ബ്ലാക്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പരിഗണന ഇപ്പൊ കിട്ടും. പണ്ടത്തെ കാര്യമല്ല, ഇപ്പോഴത്തെ കാലത്ത് ബ്ലാക്സ്, അത് കഴിഞ്ഞ് കളേർഡ്സ്, അത് കഴിഞ്ഞ് ഇന്ത്യൻസ്, അത് കഴിഞ്ഞിട്ടാണ് വൈറ്റ്സിന് ഇവിടെ ഒരു ഗവൺമെന്റ് ജോബിലൊക്കെ ആപ്ലിക്കേഷന് പ്രിഫറൻസ് വരുന്നത്. റിവേഴ്സ് അപ്പർത്തൈഡ് എന്ന് പറയും അതിന്. അതെന്തെങ്കിലും ആട്ടെ. പക്ഷെ കളേർഡ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ലോകത്ത് സൗത്ത് ആഫ്രിക്കയെ മാത്രമുള്ളൂ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ
ഇവിടുത്തെ വൈറ്റിന്റെയും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുണ്ടാവുന്ന കളേഡ്. പക്ഷെ അങ്ങനെ വന്നാലും ഇത്രയും കളർഫുൾ ആയിട്ടുണ്ട്. അവരെ ചിലപ്പോൾ നമ്മൾ വൈറ്റ് ആയിട്ട് തെറ്റിദ്ധരിക്കാനും ചാൻസ്, അത്രയും കളറുണ്ട്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഇന്റർപ്രിട്ടേഷൻ ആട്ടോ. ഇവിടുത്തെ വൈറ്റ്സ് ആദ്യം വന്നപ്പോൾ ഇവിടെ ഈ സദേൺ റീജിയനിലുള്ള ബ്ലാക്സ് എന്ന് പറയുന്ന കോയ്സാൻ എന്ന് പറയുന്ന ആൾക്കാരാണ്, കോയ്സാൻ പീപ്പിളാണ്. അവർക്ക് ഈ നമ്മൾ ഈ കാണുന്ന കെനിയയിലോ അല്ലെ എത്യോപ്യയിലോ ഒക്കെ ഞാൻ കളർ വൈസ് പറയുന്നത് ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും അതിന് വേറെ അർത്ഥത്തിലേക്ക് പോകണ്ട. പക്ഷേ കോയ്സാൻ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഒരു സ്കിൻ ടൂണുമായിട്ട് മാച്ചായിട്ട് നിൽക്കുന്ന ഒരു ബ്രൗണിഷ് സ്കിൻ ടൂണാണ്. അപ്പം അവരുമായിട്ടാണ് വെള്ളക്കാർക്ക് കൂടുതൽ ഇൻട്രാക്ഷൻ വരികയും അതിനെ തുടർന്നാണ് അവരിങ്ങനെ കുറച്ച് ഇന്റർകാസ്റ്റ് മാരേജോ അല്ലെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് അല്ലെങ്കിൽ ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്പ് തന്നെ വേണമെങ്കിൽ പറയാം, അതിനെ തുടർന്നാണ് ഈ കളേർഡ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായത്. അപ്പോൾ അവരെ ശരിക്കും കുറെ കൂടുതൽ വൈറ്റിനോടാണ് നമുക്ക് ചേർന്ന് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനത്തെ ആൾക്കാരുടെ ടൗൺ ആയിട്ടാണ് എനിക്ക് ഈ ടൗണിൽ കൂടെ പോയപ്പോൾ കണ്ടത്. അവിടെ കണ്ട ആൾക്കാരെ എനിക്ക് അങ്ങനെയാണ് കണ്ടപ്പോൾ തോന്നിയത്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ അന്നത്തെ കാലത്ത്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഇതുപോലെ ഒരു ടൗൺ കാണണമെങ്കിൽ വീണ്ടും ഒരു 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇനി അവിടെ നമ്മൾ മെയിൻ ബോർഡ് കണ്ടു ക്യൂൻസ് ടൗൺ. ഇപ്പൊ മറ്റേ തൊട്ടടുത്ത ബോർഡ് കണ്ടോ, കുറച്ച് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴേക്കും കൊമാനി എന്നാണ് അടുത്തത്. പഴയ ക്യൂൻസ് ടൗൺ എന്നുള്ള ടൗൺ എന്നുള്ള പേര് ഇവർ മാറ്റി കൊമാനി എന്നാക്കി. പക്ഷെ എല്ലായിടത്തും ഇവർക്ക് ആ ടൗൺ മാറ്റിയെങ്കിലും ഇപ്പോഴും 2 ബോർഡും പലയിടത്തും വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ പേരിന്റെ ചേഞ്ച് നമ്മളെ പോലെ ടൂറിസ്റ്റിനെ നമ്മളായിട്ട് നന്നായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അതൊക്കെ ആണെങ്കിൽ പോലും പക്ഷെ രസമാട്ടോ. നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇവരുടെ ഒരു ഹിസ്റ്ററിയും കൊളനൈസേഷനും അന്നത്തെ കാലത്ത് അവര് ഇവിടെ ആ കെട്ടിടങ്ങളും പള്ളികളും ഒക്കെ പണിതതും എന്നിട്ട് ഇപ്പത്തെ ആൾക്കാർ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെ ഇവരുടെ ജീവിതത്തെ അതെങ്ങനെ സ്വാധീനിച്ചു. എന്തിനേറെ പറയുന്നു, ലോകത്തൊന്നുമില്ലാത്ത ഒരു കളേർഡ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് വരെ, ഒരു വിഭാഗം ആൾക്കാരുടെ ഉത്ഭവത്തിന് വരെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കാരണമായി എന്നുള്ളതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നാണെങ്കിലും ചരിത്രത്തിലൂടെയും പിന്നെ ജിയോഗ്രഫിക്കൽ പൊസിഷനിലൊക്കെ കൂടി ഉള്ള യാത്ര ആഫ്രിക്കൻ അൾട്ടിമേറ്റ് ഓവർലാൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിത്ത് ഫാമിലി. I just woke up, so don't judge here. Hi. ഒരാൾ ഉറങ്ങുന്ന സ്റ്റൈല് നോക്കിക്ക് കാലെവിടെയും ഉറങ്ങട്ടെ വിളിച്ചേപ്പിക്കണ്ട, ഉറങ്ങുന്നത് നോക്കണ്ടേ. He's not letting me sleep. Look, we got a good example of Khoikhoi and San people അല്ലേ? Yes, those were the first two. സൗത്ത് ആഫ്രിക്ക, സദേൺ ആഫ്രിക്കയിലുള്ള അല്ലേ? കോയ്സാൻ. മൊത്തത്തിൽ ഇങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ചേർത്തിട്ടാണ് കോയ്സാൻ എന്ന് പറയുന്നത് അല്ലേ? സാഞ്ചി ആണെങ്കിൽ ഹിസ്റ്ററി ബുക്കൊക്കെ എടുത്തോണ്ടാ വന്നിരുന്നിട്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിരുന്നു സഞ്ജ? Yes, you were correct. ഓക്കെ, താങ്ക് യു. ഓക്കെ, കോയ്സാൻ മോഡ്. ഓക്കെ, അപ്പം സാഞ്ച ബുക്കൊക്കെ എടുത്തോണ്ട് പഠിക്കാൻ വേണ്ടി വന്നതാണോ അതോ അച്ഛനെ പഠിപ്പിക്കാൻ വന്നതാണോ? അച്ഛനെ ചെക്ക് ചെയ്യാൻ വന്നതാണോ? ഫാക്ട്സ് പറയാനല്ലേ? True facts here. വെരി ഗുഡ്. നല്ല കാര്യം. നല്ല ഹിസ്റ്ററി ബോധമുള്ള പിള്ളേരായിട്ട് വളരട്ടെ, ജിയോഗ്രഫി ഹിസ്റ്ററി ഒക്കെ അറിയില്ല. അങ്ങനെ എങ്ങനെയുണ്ട്? വിശപ്പിന്റെ വിളിയുണ്ടല്ലേ നന്നായിട്ട്? പിന്നെ നന്നായി വിശക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു ടൗൺ എത്തുമ്പോൾ നമ്മൾ വിശക്കുന്ന കാര്യം ഓർത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ പണി കിട്ടും. നമ്മൾ ഫൈനലി നമ്മൾ എവിടെ എത്തി? ക്യൂൻസ് ടൗൺ. ഇപ്പോഴും ലൈഫ്സ് ക്യൂൻസ് ടൗൺ പ്രൈവറ്റ് ഹോസ്പിറ്റല് ക്യൂൻസ് ടൗൺ എന്നാണ് പലയിടത്തും കാണുന്നത്. പക്ഷേ പുതിയ പേരനുസരിച്ച് കൊമാനി. നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിയുന്നു അല്ലേ? ടൗണിൽ പോകണമെങ്കിൽ റൈറ്റിലോട്ട് പോകണമായിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊന്ന് പോകാം. നല്ല രസമുള്ള അല്ലേ? കുഴപ്പമില്ല. നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നു. എല്ലാ സ്ഥലങ്ങളും നല്ല ഗ്രീനായിട്ട്. ഇവിടെ ഒരു പള്ളി കണ്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പള്ളി കാണണ്ടല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൗണിലും മൊത്തം നമുക്കൊരു പള്ളി കാണുന്നതാണ്. എന്താണ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ പറയാം. ടൗണിൻ്റെ ഉള്ളിലെല്ലാ കെട്ടിടങ്ങൾക്കും ഒരു ഫെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു. ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ പഴയ ഒരു ഇല്ലല്ലേ, ആ പണ്ടത്തെ സ്ട്രക്ചർ ഉണ്ടെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാത്ത പോലെ തോന്നും അല്ലേ? കേപ്പ് ടൗണിലെ പ്രൗഢി നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളിവിടെ പള്ളി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് കേട് തീർത്ത് ഇഷ്ടം പടി പള്ളികളാണ് അല്ലേ? പക്ഷെ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യല് പോലെ ഇത് രവിച്ച് താഴെ വീഴാനാണ് ഡിസ്ട്രിക്റ്റിലേക്ക് എത്തിയ പള്ളികൾ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി എല്ലാം
മിഡ് ലഞ്ചുകൾ ഡ്രൈവ് ത്രൂ ആണ് എടുക്കുന്നത്. ഇന്നും അതിന് വ്യത്യാസമൊന്നുമില്ല. ഇന്ന് KFCക്ക് അല്ലെ മക്ഡൊണാൾഡ്സ്, സ്റ്റിയേഴ്സ് ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രാൻഡുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്കിയാണോ? നല്ല കാര്യമാണെന്നാ വിചാരിക്കുന്നത് അല്ലേ? വലിയ നല്ല കാര്യമല്ലോ കേട്ടോ. പിള്ളേർക്ക് എല്ലാം പുറത്തല്ലേ, പിള്ളേർക്ക് എന്തൊരു കഷ്ടമല്ലേ. പിന്നെ ഇന്നലത്തെ കഞ്ഞിയുടെ ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നാ പറഞ്ഞാലും അല്ലേ? നമ്മൾ ഇന്നലെ കഴിച്ച കഞ്ഞിക്ക് ഉണ്ടാകുന്ന ടേസ്റ്റ് അത്രയും. ഓക്കെ, എനിവേ ഞങ്ങൾ അത് മാത്രമല്ല, നമ്മളിപ്പം ഉറപ്പായിട്ടും ഇറങ്ങി കയറി കഴിക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇരുന്ന് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവ് ത്രൂ നല്ല ബിസിയാണ് കേട്ടോ. ഡ്രൈവ് ത്രൂ നല്ല ബിസിയാണ്. പിന്നെ ഇറങ്ങി നിന്ന് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരെണ്ണാണേലും 1 മണിക്കൂർ പോയി കിട്ടും. ഇതാണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടങ്ങ് പോകാൻ പറ്റും. ഇന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇനിയും സ്റ്റിൽ 6 hours ഡ്രൈവ് ഉണ്ട്. പിന്നെ ഡാർലി ഇനിയുള്ള ബുക്കിംഗ് നോക്കുക അല്ലേ? നമ്മൾ ഇതുവരെയുള്ള ബുക്കിംഗ് നോക്കിയിട്ടില്ല. നമുക്ക് ഇനി ഇച്ചിരി ഡിസ്റ്റൻസ് കുറയ്ക്കാം അല്ലേ? ഡ്രൈവിങ്ങിന്റെ ഡിസ്റ്റൻസ് കുറച്ചിട്ട് ഇന്നത്തെ ഒത്തിരി ഹെക്റ്റിക്കാണ്. എന്ന് വെച്ചാൽ കുറച്ച് ചില കാര്യങ്ങളുണ്ട്. ഈ പ്രൊവിൻസിന് എനിക്ക് അത്ര പരിചയമില്ലാത്ത പ്രൊവിൻസാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അധികം എന്താ പറയുക സ്പെൻഡ് ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഈ റീജിയനിൽ നിന്ന് വലിയ ഗ്രേറ്റ് ആയ ന്യൂസൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഏരിയ പെട്ടെന്ന് കവർ ചെയ്യണമെന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലാം നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. മൊത്തം നീലമയമാണ്. ഒരു ബ്ലൂ മയം അല്ലേ? നമ്മൾ കോമ്പിനേഷൻ സെറ്റാണ്. ഡാർലി ബ്ലൂ ആണുള്ളത് അല്ലേ? എന്നിട്ട് എന്നെ ട്രോളുന്നേ. അതെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് കളക്ഷൻ നല്ല തിരക്ക് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ടാണ് എന്താണോ ഞങ്ങൾ ഡ്രൈവ് ത്രൂ ആയിട്ടാണെങ്കിലും സമയം പോയി. കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ ലെക്കെന്നാ നോക്കട്ടെ സഞ്ജയ്. നിങ്ങളുടെ ഇവർക്ക് മാക്ഡൊണാൾഡ്സിന് അവർക്ക് എപ്പോഴും ഒരു എക്സൈറ്റിംഗ് ഒരു അതെയോ പേരൻസിന്റെ ആണോ? നിന്റെ കാണുന്നില്ലേ? പിള്ളേരുടെ വരും കിഡ്സ്. അവർക്ക് ഒരു ഇതുണ്ടല്ലോ എന്നാ ഹാപ്പി മീലിന്റെ അകത്തൊരു ടോയ്സ് ഉണ്ടാവും. എന്തെല്ലാം ചാറ്റർജി അല്ലേ? സഞ്ജയ് താങ്ക് യു. ഓൾ ഗുഡ് നാ? പിള്ളേർ വിടുവോ? ടോയ്സ് തരാതെ പിള്ളേർ വിടുകയല്ലോ. അവർക്ക് താങ്ക് യു. ഓക്കെ, ഇതാ മൈൻക്രാഫ്റ്റ് കിട്ടിയോ? എന്താണോ എന്തോ. അപ്പം ഞങ്ങളുടെ ലഞ്ച് ടൈം സേവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ലഞ്ചും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം റോഡിന്റെ കണ്ടീഷനൊക്കെ ഇച്ചിരി മാറി തുടങ്ങി അല്ലേ? ശരിക്കും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോട്ട് ഹോൾസ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ഓർമ്മപ്പെടുത്തുന്ന തന്നെ രീതികൾ വരാനും തുടങ്ങി. അത് മാത്രമല്ല, ഈ പഴയ റോണ്ടോവേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞ വീടുകളുടെ അതേ ഷേപ്പിൽ തന്നെയുള്ള മോഡേൺ വീടുകളൊക്കെ കണ്ടു തുടങ്ങി. ഇവരുടെ പള്ളിയാണെങ്കിൽ പോലും അതേ ഷേപ്പിൽ തന്നെ ഇവരുണ്ടാക്കിയേക്കുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇങ്ങനെ മാറി മാറി. നമ്മളെപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ സൗത്ത് ആഫ്രിക്കയിലെ ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ അങ്ങനെ കാണാറില്ല. ഒന്നെങ്കിൽ ഇങ്ങനെ കുറേ ഒന്നിച്ച് ഗവൺമെൻറ് പണിത് കൊടുത്തിട്ടുള്ള ഹൗസിംഗ് കോളനികളൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ സുളു ഹോംലാൻഡിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു അല്ലേ സ്ഥലങ്ങൾ കാണുന്നത് അല്ലേ? നമ്മൾ സാധാരണ ഇവിടുത്തെ പാവപ്പെട്ടവരെന്നല്ല, ഇവിടുത്തെ ഉള്ളവരൊക്കെ ജീവിക്കുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ജീവിക്കുന്നത് ടൗൺഷിപ്പുകളിലാണ്. പക്ഷേ ഇതിന് വ്യത്യസ്തമായത് ഇത് ഇങ്ങനെ മൗണ്ടൻ താഴ്വരയിൽ അവരുടെ ആ പഴയ റോണ്ടോവൽ അതേ ഹൗസിൻ്റെ രീതിയിൽ തന്നെ പല വീടുകളും ആ വട്ടൺ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈവൻ മെറ്റീരിയൽസൊക്കെ മാറി ഉപയോഗിച്ചെങ്കിലും ആ രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ സുളു ഹോംലാൻഡിലേക്കാണ് കയറുന്നത്. ഓരോ പ്രൊവിൻസിലും ഓരോ കാസ്റ്റ് പെട്ട ആൾക്കാർ, അതായത് കോസ, സുളു, സ്വാന്, കോയ്സാൻ, അങ്ങനെ പല പല ട്രഡീഷണൽ ട്രൈബൽ ഗ്രൂപ്പുകളുടെ പുതിയ ജനറേഷനാണ് സൗത്ത് ആഫ്രിക്കയിലുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ സുളു എന്ന് പറയുന്ന ഹോംലാൻഡിലേക്ക് നമ്മൾ കയറുമ്പം അവർ വളരെയധികം ട്രഡീഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ നമ്മുടെ പഴയ പ്രസിഡന്റ് ജേക്കബ് സുമ എന്നൊക്കെ പറയുന്ന ആളൊക്കെ ഈ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെ രീതികൾ, അവർ കഷ്ടം വളരെ
വളരെ യുണീക്കായിട്ട് കസ്റ്റം ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊരു ട്രഡീഷണൽ ഡാൻസ് ഒക്കെ ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. അവരുടെ ഗേൾസ് അവരൊരു പ്രത്യേക രീതിയിലുള്ള ഒരു മേൽവസ്ത്രം ധരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രസ്സ് വെച്ചിട്ട് മേൽവസ്ത്രം ധരിക്കും. പക്ഷേ വിസിബിൾ അത്ര ഫുൾ കവേർഡ് അല്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ഇവർക്ക് ട്രഡീഷണലി ഇവരുടെ കല്യാണങ്ങളിലും അല്ലെങ്കിൽ വേറെ ഇയർലി ഫങ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ സുളു ഹോംലാൻഡുകളിൽ പോയി കഴിഞ്ഞാൽ യങ് ആയിട്ടുള്ള ഗേൾസൊക്കെ അവരുടെ നൈസായിട്ടുള്ള ഈ പ്രത്യേക കളറുണ്ട്. അതിന് ഒരു കൂടുതലും മഞ്ഞ, ബ്ലൂ, പച്ച ഈ കളറൊക്കെ കൂടി വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് അവരുടെ വെഡ്ഡിങ് ഫെസ്റ്റിവല് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അങ്ങനെയാണ് ഈ സുളു കൾച്ചറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സുളു ഹോംലാൻഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പതിവിന് വിപരീതമായിട്ട് ഇങ്ങനെയുള്ള വീടുകളൊക്കെ കാണാൻ പറ്റുന്നത്. എന്നാണെങ്കിലും വളരെ വൈഡ് സ്പ്രെഡായിട്ട് കിടക്കുന്ന ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ വൈഡ് ഫ്രെയിമിൽ ഇപ്പോൾ നല്ല രസമുണ്ട്. ആ വീടുകൾ ഇങ്ങനെ കൂടിയിരിക്കാതെ വിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ ഓരോ വീടിനും ചുറ്റും കുറച്ച് സ്ഥലമായിട്ട് ഒന്നിനോടൊന്ന് മുട്ടി നിൽക്കാതെ കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടുത്തെ വീടുകളൊക്കെ കാണുന്നത്. എനിക്കാലും സുളു ഹോംലാൻഡിൽ കൂടെയൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടുന്നാന്നൊക്കെ ചോദിക്കുമ്പം ഞങ്ങൾ പ്രോപ്പർ സുളു ആണ് അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് ഇപ്പോഴാണ് അടുത്തറിയാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മളൊക്കെ ഇന്ത്യൻ ടീച്ചേഴ്സൊക്കെ 80s വന്ന് ഇവരെയൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കുറേ അധികം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മക്കളൊക്കെയാണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഏരിയയിലൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്കിതെല്ലാം ഒരു പുതിയ അനുഭവം തന്നെയാണ്. അപ്പം സൗത്ത് ആഫ്രിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വില്ലേജുകളിൽ നിന്നാണ് ഇവർ. പക്ഷേ ഇവരുടെയൊക്കെ വരുമാന മാർഗ്ഗം എന്താണെന്നോ അല്ലെങ്കിൽ ഇവർ എന്ത് കൃഷിയാണ് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഇതിനോടെന്ന് വെച്ചാൽ വലിയ ഫാം ലാൻഡുകളൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആടുകളെ വളർത്തുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ലൈഫ് സ്റ്റോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നത്. പക്ഷേ എന്നാണെങ്കിലും ഇവിടുത്തെ വീടുകളൊക്കെ മോഡേൺ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഈ പറഞ്ഞ പോലെ പഴയ പോലെ നമ്മൾ കണ്ട ആ ഹട്ട് ആ രീതിയിലുള്ളതൊന്നും കാണുന്നില്ല. എല്ലാം തന്നെ നല്ല രീതിയിലുള്ള റൂഫിംഗ് ഒക്കെയാണ് കാണുന്നത്. നല്ല വിശാലമായ ആകാശവും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ അടുക്കി കുഞ്ഞ് തീപ്പെട്ടി കൂട് പോലെയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള വീടുകൾ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നു. എനിക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കാണാത്ത ഒരു രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ കാണുന്ന പോലെയാണ്. അതിപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഇങ്ങനെയാണ് അവിടെ. ഇന്ത്യയിലാണെങ്കിലും നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ്, ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പിന് സമാനമായിട്ട് ഓൾ സൗത്ത് ആഫ്രിക്ക ട്രിപ്പ് കൊണ്ട് വരുന്നുണ്ട്. എല്ലാ പ്രൊവിൻസും കൂടെ സഞ്ചരിച്ചാണ് ഞങ്ങളും ഈ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ കൾച്ചറൽ ഡിഫറൻസും ഓരോരുത്തരുടെ രീതികളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. മൊത്തത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ലാൻഡ്സ്കേപ്പ് എവിടെയാണെന്ന് പറഞ്ഞാലും ഒരു മോശം പറയാനുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഇല്ല. എങ്ങോട്ട് നോക്കിയാലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം, വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് കാണുന്നത്. പിന്നെ ഇവിടെ കുറേ കൂടെ ഈ ബുഷിനേക്കാളും കൂടുതൽ വെസ്റ്റേൺ കേപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രൊവിൻസിൽ കൂടുതലും ബുഷ് ലാൻഡുകളാണ് നമ്മൾ കണ്ടത്. കുഞ്ഞു ചെടികൾ, നമ്മുടെ അരയോളം പൊക്കമുള്ള ചെടികളൊക്കെ ആണെങ്കിൽ ഇവിടെ കൂടുതലും കാണുന്നത് ഇച്ചിരി കൂടെ മുഴുപ്പുള്ള ചെടികളൊക്കെയാണ് കാണുന്നത്. നല്ലൊരു സ്റ്റേഡിയം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പശുക്കളൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ വണ്ടിക്ക് മുമ്പിൽ പശുക്കളൊക്കെ വന്ന് ചാടാൻ ചാൻസുണ്ട്. പഴയ പോലെ സ്പീഡിൽ പോകാനും പറ്റുന്നില്ല. റോഡുകൾ നല്ല എന്താ പറയുക, പത്ത് ഹോൾസ് ഉണ്ട് നന്നായിട്ട്. കടു എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നല്ലൊരു സ്റ്റേഡിയമാണ് കാണുന്നത് കേട്ടോ. രീതികളൊക്കെ കാണുമ്പോൾ അല്ലേ, റോഡിലോട്ടൊക്കെ വണ്ടി ഫേസ് ചെയ്തിരിക്കുന്നു. ആൾക്കാരൊക്കെ കെയർലെസ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു. ഇത് മാർക്കറ്റ് പ്ലേസ് ഒക്കെയാണെന്ന് തോന്നുന്നു അല്ലേ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഇത് നമ്മൾ നേരത്തെ പോയ ടൗൺ പോലെ ഇച്ചിരി തിരക്കായിട്ട് തോന്നുന്നുണ്ട്. എനിക്കൊന്ന് സാലറി വന്നതിൻ്റെ ആയിരിക്കും. നമ്മൾ അവിടെ കണ്ട വലിയ ഷോപ്പുകളുടെയൊക്കെ ഒരു മിനിയേച്ചർ ചെറിയ അക്രമാൻസിൻ്റെ ഒക്കെ ചെറിയ ഷോപ്പുകൾ അല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്നാലും അത്ര പോപ്പുലേറ്റഡ് അല്ല. എത്രയോ അല്ലേ, നമ്മൾ കൂടുതലും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമല്ല സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ നമ്മൾ എത്രയോ കിലോമീറ്ററുകൾ നമ്മൾ ട്രാവൽ ചെയ്തു. ഇപ്പോൾ ഒന്നോ രണ്ടോ ടൗണുകൾ മാത്രമാണ് നമുക്ക് ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ട് തോന്നിയത്, ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് തോന്നിയത്. ബാക്കി എല്ലാം തന്നെ വളരെ ക്വയറ്റായിട്ടുള്ള വില്ലേജുകളും ടൗണുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് സിഗ്നലിലൊന്നും ആൾക്കാരൊന്നും നിർത്തുന്നൊന്നുമില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പ്രകൃതി നല്ല അനുഗ്രഹിച്ചു കൊടുത്തേക്കുന്ന കാലാവസ്ഥയും സ്കൈയും ഒക്കെ ലാൻഡ്സ്കേപ്പും ഒക്കെയാണല്ലേ സൗത്ത് ആഫ്രിക്ക. അത് പറയാതിരിക്കാൻ മേല. കേട്ടോ, നമ്മൾ അവിടുന്ന് കണ്ടതിന് വ്യത്യസ്തമായിട്ട് ഇഷ്ടംപടി ടൗൺഷിപ്പുകളാണ്. ഓരോ
മലകൾ കടന്നു വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് പിന്നെ നമുക്ക് ടൗൺഷിപ്പുകൾ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ പോപ്പുലേഷൻ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഈ പ്രൊവിൻസിൽ.